എങ്ങനെണ്ടാ എന്ത് സൂപ്പർ പറയ് സൂപ്പർ എങ്ങനെയുണ്ട്? സൂപ്പർ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പൊടുകണ്ണീൻ്റെ ഇലയിൽ എങ്ങനെയാണ് ഇലയട ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വീട്ടിൽ തന്നെ അരി പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. അപ്പം വാങ്ങുന്ന അരിപ്പൊടി ആകുമ്പം വെള്ളത്തിൻ്റെ അളവിന് മാറ്റം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന അരിപ്പൊടിക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ളതിലാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതിന് മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇപ്പം ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം, കുറച്ച് ഉപ്പിട്ടിട്ട്. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. പൊടി ഫുള്ള് ആ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവണം, എന്നിട്ട് പൊടി വേവണം. നല്ലോണം മാവ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും വെള്ളം എത്തിയിട്ട് മാവ് നല്ലോണം വേവും. ഈ സമയം നമ്മൾ തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും നന്നായിട്ട് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മാവ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങയും 2 ശർക്കരൻ്റെ അച്ചും 1 ടീസ്പൂണ് വലിയ ജീരകവും 1/4 കപ്പ് അവിലും 2 ചെറിയ ഉള്ളിയാണ് എടുത്തത്. മാവ് ഇപ്പോൾ ഏകദേശം ചൂടാറിയിരിക്കുന്നത്, പക്ഷെ നല്ലോണം ചൂടാറരുത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. ചെറിയൊരു ചൂടിൽ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് മാവ് കിട്ടും. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ലോണം അത് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ഡവാക്കിയിട്ട് എടുക്കാം. കൈ വെച്ച് അമർത്തുമ്പോൾ കണ്ടോ, അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഞാനും നാത്തൂൻ്റെ മോനും കൂടെ ഇല തപ്പിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് എടുക്കണം. അപ്പോൾ അവനാകുമ്പോൾ പെട്ടെന്ന് കയറിയിട്ട് എടുക്കാനൊക്കെ പറ്റും. ഇത് നല്ല ഇല നോക്കിയിട്ട് കിട്ടണം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇലയട കിട്ടുള്ളൂ. ഇലയട വാഴൻ്റെ ഇലയിലും ഉണ്ടാക്കും, പക്ഷേ ഇങ്ങനെ ഈ പൊടുകണ്ണിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് വാഴൻ്റെ ഇലേനെക്കാട്ടി ഒന്നും കൂടെ ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ ഇലയട ഉണ്ടാക്കി കഴിച്ചവർ എന്തായാലും ഈ ഒരു ഇലയിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇലയൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കര എടുത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ശർക്കര നന്നായിട്ട് ചുരണ്ടി എടുക്കണം. അതുപോലെ തന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് ചെറിയതാക്കിയിട്ട് നമുക്ക് അരിഞ്ഞിട്ട് നല്ലോണം അതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് മാവ് ഓരോരോ ബോളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ പത്തിരിക്ക് എടുക്കുന്ന പോലെ ചെറിയ ബോളല്ല, കുറച്ച് വലിപ്പത്തിലുള്ള ബോളാക്കിയിട്ട് നമുക്ക് ഓരോന്നും എടുക്കാം. ഇനി നമുക്ക് ഇല നന്നായി കഴുകി തുടച്ച ശേഷം പത്തിരി പ്രസ്സിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫുള്ള് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഇലമേൽ ഫുള്ള്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ബോൾ മാവ് വെച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ആ മാവിൻ്റെ മുകളിൽ വേറൊരു ഇല വെച്ചിട്ട് നമുക്ക് അധികം അമർത്തിയിട്ട് നല്ല നൈസാക്കരുത്, കുറച്ച് കട്ടി വേണം പത്തിരി. ഇതാ ഇതുപോലെ ഈ ഒരു കട്ടിയിൽ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ ഫില്ലിങ് വെച്ചിട്ട് അധികം ഓവർ ഫില്ലിങ് വേണ്ട, പാകത്തിനുള്ള ഫില്ലിങ് വെച്ചിട്ട്, ഇല്ലെങ്കിൽ അത്
പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാകത്തിന് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മറ്റേ സൈഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഒട്ടണം, ഇല്ലെങ്കിൽ ആവിയിൽ വേവിക്കുമ്പോൾ അത് തുറന്നു പോവും. ഇനി നമുക്ക് എല്ലാ ഇലയും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇവിടെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് എടുത്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ കുക്കറിലോ എങ്ങനെയാണെങ്കിലും ആവി കയറ്റിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഓരോ അടയും അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമുക്കത് മൂടി വെക്കാം. അപ്പോൾ ഇത് ആവി കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഇല ഫുള്ള് കളറ് മാറും. പക്ഷെ നമ്മൾ എടുത്ത് നോക്കുമ്പം മറ്റേതിൻ്റെ മുകളിലായിട്ട് വെച്ച ഇല അങ്ങനെ വേവാത്ത ഭാഗം പച്ച കളർ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് കൊടുക്കാം, ഒന്നും കൂടെ എന്നിട്ട് ആവി കയറ്റാം. അപ്പം നമ്മളെ ഇലയുടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ പറയണം. ഇത് നമ്മളെ ഇലയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ടീംസാണ്. അതിൽ ഒന്നെൻ്റെ മോനും മറ്റേത് രണ്ടും നാത്തൂൻ്റെ കുട്ടികളുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.